ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു വ്ളോഗാണ്. അൽഹംദുലില്ലാ നമ്മൾ യസു ആയിരുന്നല്ലോ ലിറ്റിൽ കുക്കിംഗ് സ്റ്റാറിൻ്റെ ടൈറ്റിൽ വിന്നർ. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 5 സ്റ്റാർ സ്റ്റേക്കേഷൻ ആയിരുന്നേ. അപ്പോൾ ആ ഒരു സ്റ്റേക്കേഷൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഒരു കൊച്ചു വീഡിയോ ആണേ. അപ്പോൾ നമ്മളിതാ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്താറായി. ഇത് JA പാംകോട്ട് റിസോർട്ടാണ്. അപ്പോൾ ജബലലി സൈഡിലാണ് ദുബായിലെ. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് എത്തി. അവിടെ എൻട്രൻസിലേക്ക് എത്താൻ പോവാതാ കണ്ടോ, JA പാം ട്രീ കോട്ട് എന്നൊക്കെ വരുന്ന സൈഡിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റിസപ്ഷൻ്റെ ആ ഭാഗത്തേക്ക് എൻട്രൻസിലേക്ക് എത്തി. ഇപ്പോൾ കാറൊക്കെ വാലറ്റ് പാർക്കിങ്ങിലേക്ക് ഇട്ടു. നമ്മളിതാ അപ്പം ചെക്കിംഗ് ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എൻട്രൻസിലേക്ക് എത്തി ചെക്കിങ് ചെയ്യാനൊക്കെ കയറാൻ പോവുകയാണേ. നമ്മൾ ഇവിടെ എത്തിയപ്പം തന്നെ ആ ഒരു ഫീലിംഗ് ആകെ അങ്ങ് മാറി. ഇപ്പോഴാണ് ദുബായിൽ നല്ല ചൂടല്ലേ, ആ ചൂടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ വയനാട്ടിലൊക്കെ എത്തിയൊരു ഫീലിംഗാണ്. അത്രയും അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ അമൻസിനൊക്കെ അങ്ങോട്ടേക്ക് കയറിയപ്പോൾ തന്നെ അവൻ്റെ മുഖമൊക്കെ ശരിക്കും കാണണം. ആ വീഡിയോ എടുക്കാൻ മറന്നു. അത്രയും ഒരു ഇതായിരുന്നു, എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതിനിപ്പോൾ സിദ്ദിഖ് അതാ നമ്മൾ ചെക്കിങ് ചെയ്യണമല്ലോ. അപ്പോൾ ചെക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മളിവിടെ പല ഭാഗങ്ങളിലായിട്ടാണ് ഓരോരുത്തർക്കുള്ള സ്റ്റേ. അപ്പോൾ അവിടേക്ക് ഈ ബഗ്ഗിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവർ വന്നു, ലഗേജൊക്കെ വെച്ചു, ബഗ്ഗിയിൽ കയറിയിട്ട് ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണേ. അപ്പോൾ എന്താ പോകുന്ന വഴിയൊക്കെ കണ്ട് എന്ത് ഭംഗിയല്ലേ. ഈ മരുഭൂമി തന്നെ ആണോ എന്ന് തോന്നി പോകുന്നുണ്ട് അല്ലേ നമ്മൾ കാണുമ്പോൾ. അപ്പോൾ അതാ കുറച്ചുണ്ട്, ഇതിൻ്റെ ഇടയിലൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൂമിലേക്ക് പോവാം. നമ്മൾ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി, ബഗ്ഗിയിൽ നിന്ന് ഇറങ്ങി. നമ്മൾ റൂം നമ്പർ 682 ആണേ. ഇറങ്ങിയതാ റൂമിലേക്ക് കയറാൻ പോവാണ്. ഇവർക്കൊക്കെ എന്താ എക്സൈറ്റ്മെൻറ്റ് റൂം തുറക്കാനും ആമൻസിനൊക്കെ കണ്ടോ. ഇതാണ് നമ്മളെ റൂമിലേക്ക് കയറി. അമൻസൊക്കെ ഓടിപ്പോയിട്ട് ബെഡിൽ കയറി കിടന്ന് ഇതാണ് എൻ്റെ ബെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാണ് നമ്മളെ റൂം. കണ്ട, കിങ് സൈസ് ബെഡ്, കുട്ടിയൊക്കെ വേറെ ഉണ്ട്. പിന്നെ അതാ TV യൂണിറ്റ് ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം. ഇതാ നമ്മളെ ബാൽക്കണി. പക്ഷെ നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ നല്ല ചൂടാണ്, അതൊന്നും അവിടെ ഫീൽ ചെയ്യുന്നേ ഇല്ല കേട്ടോ. ഇതാണ് കണ്ട ബീച്ചിലേക്കാണ് നമ്മളെ ബാൽക്കണി എന്നുള്ള സൈറ്റ്. ഒരു ഭാഗത്ത് ഗാർഡനും. അപ്പോൾ അതാ മനസ്സിനൊന്നും നിൽപ്പില്ല എന്താണ്. നമ്മൾ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണേ. ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം എന്തൊക്കെയാണുള്ളത് കാര്യങ്ങളൊക്കെ. എന്ത് രസമായിട്ടാണ് നോക്ക്. ശരിക്കും എനിക്ക് അത്ഭുതമാവും. അതൊക്കെ ഇങ്ങനെ ഇത് കുറേ മുമ്പുള്ളതാണ്, ഇപ്പം ഒന്നും അല്ല. ഇത്രയും ഒരു പച്ചപ്പ് അവർ ആക്കിയെടുത്തതേ കണ്ടോ. അതേപോലെ വെള്ളം ഇതുപോലെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ നോക്കിയാലും ഇതേപോലെ വെള്ളക്കെട്ടുകളാണ്. എന്ത് ഭംഗിയാന്ന്. നമ്മൾ ഇതിലപ്പം ഇങ്ങനെ നടന്ന് കാണുകയാണ്. നമുക്ക് എവിടെയാണോ പോവേണ്ടത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ബഗ്ഗിയെ വിളിച്ചാൽ മതി കേട്ടോ. നമുക്ക് എവിടെ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അവർ വന്നിട്ട് ഡ്രോപ്പ് ചെയ്ത് തരും. അപ്പോൾ നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ പൂളുകളുണ്ട്. അപ്പോൾ വാട്ടർ പാർക്ക് ഉണ്ട്. അപ്പോൾ യസു അമ്മനും പറയുന്നത് വാട്ടർ പാർക്കിൽ ആദ്യം പോവുക. അങ്ങനെ ഞങ്ങൾ ഒരു ബഗ്ഗിയിൽ കയറിയിട്ട് വാട്ടർ പാർക്കിലെത്തിയേ. ഇത് സാധാരണ റിസോർട്ടുകളിലൊന്നും ഇങ്ങനെ ഒന്നും സംഭവം നമ്മൾ കാണാറില്ല അല്ലേ. സാധാരണ ചെറിയ കുട്ടികൾക്ക് ജസ്റ്റ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഉണ്ടാവും. ഇത് ബീച്ച് റിസോർട്ടായിട്ടാണോ എന്നറിയില്ല. നല്ല രസമായിട്ട് നമ്മൾ വാട്ടർ തീം പാർക്ക് പോയോണം. നന്നായിട്ട് ഇവർ എൻജോയ് ചെയ്തു കേട്ടോ. നമ്മൾ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് കാരണം നമ്മൾ ഇറങ്ങിയില്ല. കാരണം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അത് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയില്ല. അതുകൊണ്ട് കുട്ടികൾ ഉഷാറായിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് മിനി ഗോൾഫിലേക്ക് എത്തി. ഇവർക്ക് എന്താ കുറേ കാണുമ്പോൾ കുറച്ച് ഒരു സ്ഥലത്ത് നിന്ന് കളിക്കുമ്പോൾ പിന്നെ അടുത്തയിലേക്ക് ഓടണം. മിനി ഗോൾഫിലും കുറേ നേരം വരെ അവിടെ നിന്ന് കളിച്ചു. പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ കയറി. ഒരുപാട് വിശാലമായിട്ടുള്ള സ്ഥലമാണ്. അപ്പം കുറേ ഉണ്ട് കാണാൻ. അപ്പം കുറേ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ പിന്നെ പറയും അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ കയറി ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണേ. അപ്പോൾ ഈ റിസോർട്ട് തന്നെ 3 ആയിട്ടാണ്.
JA റിസോർട്ട്സിൽ നമ്മൾ താമസിച്ചത് പാം ട്രീ കോഡ് റിസോർട്ട്, അതേപോലെ ബീച്ച് സൈഡ് റിസോർട്ട്, അതേപോലെ തന്നെ വേറെ ഒന്നുകൂടി ഉണ്ട് ലേക്ക് സൈഡ് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ 3ആയിട്ടുണ്ട് ഈ JA റിസോർട്ട്സിൽ. അപ്പോൾ ഇതാ ഇവിടെ വേറൊരു പ്രത്യേകത, വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഫുള്ളായിട്ട് മയിലുകളുണ്ട്, പീക്കോക്ക്. ഒന്നും നമ്മുടെ അടുത്തൊന്നും പോയാൽ ഒന്നും ചെയ്യൂല, പക്ഷെ ഫീഡ് ചെയ്യാൻ പറ്റൂല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ത് രസമല്ലേ, നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പിന്നെ ഇതാ 6 മണിയാവുകയുള്ളൂ ഉള്ളൂ കുട്ടികളെ കിഡ്സിൻ്റെ ഈ ആക്ടിവിറ്റീസൊക്കെ കേട്ടോ. പിന്നെ രാവിലെ തുടങ്ങുക. അപ്പോൾ ഇതാ ഏകദേശം രാത്രിയായി. നൈറ്റ് വ്യൂ ഉണ്ടോ, എന്ത് രസമാണ് കാണാൻ. വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കുറച്ചൊക്കെ ഇങ്ങനെ നടന്നതിന് ശേഷം നേരെ നമ്മൾ ഇവിടെ പോയി സ്വിമ്മിങ് പൂളിൽ പോയി. ഇവിടെ ഇഷ്ടം പോലെ അതേപോലെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അതേപോലെ പൂള് ഓരോ ഹോട്ടൽസിനും അതേപോലെ ഓരോ അപ്പാർട്ട്മെൻറ്റ്സിനും പൂളുകളുണ്ട്. ഇതാണ് നമ്മൾ പാം ട്രീ കോട്ടിൻ്റെ മെയിൻ റെസ്റ്റോറൻറ്റ്. അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഒരു അടിപൊളി ഒരു പൂളുണ്ട്. ഇതിൻ്റെ താഴെ കുട്ടികൾക്ക് വേറെ പൂളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതാ അമ്മനും യസു ഒക്കെ അതാ നമ്മളെല്ലാവരും പൂളിലിറങ്ങി. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തർ മാറി മാറി ഇങ്ങനെ എടുത്തായിരുന്നു. അപ്പോൾ അത്ര 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ പൂളിൽ തന്നെ ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പൂളിലെ വിശേഷങ്ങൾ, ഇത്രയൊക്കെ തന്നെ. കുറേ ടൈം അറിയാത്ത അമ്മനും പോലും പൂളിലിറങ്ങി കുറേ നേരം നിന്ന് യസുദ ചാടുന്ന്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതാ ഫുള്ളൊരു നൈറ്റ് വ്യൂ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു നമ്മളെ അതേപോലെ എല്ലാത്തിലും ഈ റെസ്റ്റോറൻറ്റ് അറ്റാച്ച്ഡ് ആണ് പൂളിലും കേട്ടോ. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പൂളിൽ നിന്ന് കയറി കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ റൂമിലേക്ക് പോവുകയാണേ. റൂമിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു സൈഡ് വ്യൂ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ രാത്രിയായില്ലേ, ഇനിയിപ്പം കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ റൂമിൽ തീരെ നിന്നില്ലല്ലോ. റൂമിലെത്തിയ പാടെ തന്നെ അവിടുന്ന് ഫ്രഷ് ആയിട്ട് ഓടിയതല്ലേ തിരിച്ചിട്ട്. അങ്ങനെ റൂമിൽ പോയി ഫ്രഷൊക്കെ ആയി കുറച്ച് അവിടെയൊക്കെ നിന്നിട്ട് നമ്മളിതാ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ഇങ്ങോട്ടേക്ക് ഒരു ബഗ്ഗി എടുത്തിട്ട് വന്നതാണ്. ലൈറ്റായിട്ട് ഡിന്നർ. കാരണം നമ്മളെ കയ്യിലുണ്ടായിരുന്നു കുറച്ച്, ഇവരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചിപ്സും ജ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പം ജസ്റ്റ് ഒരു ഫ്രഞ്ച് ഫ്രൈസും ബർഗറൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഡിന്നറും കഴിഞ്ഞ് അപ്പോൾ അതാ ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എന്ത് രസമാണെന്നറിയോ, അങ്ങനെ എണീറ്റിട്ട് ബാൽക്കണിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ ഒരു ബീച്ച് വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര മൈൻഡ് അങ്ങ് നന്നായിട്ട് റിലാക്സ് ആവും. ഇടയ്ക്കൊക്കെ ശരിക്കും നമ്മളിങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ നമ്മളെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മൈൻഡ് ഭയങ്കര കൂളായിട്ടിരിക്കും. എന്ത് രസമാണ് കണ്ട. ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതേപോലെ അതാ ഒരു മയിൽ കണ്ടോ, പീക്കൊക്കെ ഇവിടെ സൗണ്ടൊക്കെ ആമൻസ് വീണീനും നടന്ന് വരുമ്പോൾ. അപ്പോൾ ആമൻസ് കരഞ്ഞ് ആ സൗണ്ട് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് അത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പീലിയൊക്കെ വിടർത്തി നിന്നായിരുന്നേ. പിന്നെ ഞങ്ങൾ കുറച്ച് അതിലങ്ങനെയൊക്കെ ഇങ്ങനെ നടന്ന് കഴിഞ്ഞിട്ട് നമുക്ക് 8:30 ബ്രേക്ക്ഫാസ്റ്റ് ബൊഫറ്റായിരുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. എല്ലാ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. അറബിക് ഉണ്ടായിരുന്നു, വെസ്റ്റേൺ ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നേ. പിന്നെ കൂടുതലും ഇവിടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ യൂറോപ്യൻസ് ആട്ടോ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ യസൂനൊക്കെ എന്തെടുക്കണം എന്ത് കഴിക്കണം നമുക്കങ്ങനെ ഉണ്ടാവില്ലല്ലോ. 1 or 2 ഒക്കെ ആണെങ്കിൽ എല്ലാം കഴിക്കും. ഇത് ഒരുപാട് കാണുമ്പോൾ എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ലാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് പോരാന്നൊക്കെ പറയൂലേ, അതേ രീതിയിലായിരുന്നു. എന്നാലും വേണ്ടിയില്ല, യസു ഒക്കെ നന്നായിട്ട് തന്നെ കഴിച്ചു. നമ്മൾ അമൻസാണ് എല്ലാം തൊട്ട് നോക്കി അവിടെ വെച്ചത്. എന്നാലും അതിന് ഇഷ്ടമുള്ള കുറേയൊക്കെ കഴിച്ചു കേട്ടോ. അടിപൊളി. ഇതൊക്കെ ഒരു പ്രാവശ്യമൊക്കെ കഴിക്കണം കേട്ടോ. നമ്മളെന്നും ഈ ഉപ്പുമാവും ദോശയും ചട്ടിനിയും മാത്രമല്ലേ കഴിക്കാറുള്ളൂ. നമുക്കും ഒന്ന് വ്യത്യസ്തമായിട്ട് എല്ലാം കഴിക്കാൻ കണ്ടില്ല ഞങ്ങൾ. എല്ലാ ഐറ്റംസും ഉണ്ട്, ഒന്നുമില്ലാത്ത. പിന്നെ ഹെൽത്തി ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നവർക്ക് അതുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, സാലഡ്സ് എല്ലാം ഉണ്ട്. ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ പറയുന്നില്ല, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 1 മണിക്കൂർ 1.5-2 മണിക്കൂറോളം അവിടെ തന്നെ ചിലവഴിച്ചിട്ടുണ്ട്. കണ്ടില്ല എല്ലാവരും കഴിക്കുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവർ പറഞ്ഞ് പൂളിൽ പോകണം, കളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാണ് കണ്ടോ അവിടുത്തെ ആൾക്കാർ കാര്യങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ നേരെ തന്നെ വീണ്ടും കിഡ്സ് ക്ലബ്ബ് ഉണ്ട് താഴെ. അത് ഇന്നലെ നമുക്ക് പോകാൻ പറ്റിയില്ല, കാരണം ആ സമയമായപ്പോഴേക്കിനും അവിടെ ക്ലോസ് ചെയ്തു. അപ്പം വേറെ എല്ലൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു രാവിലെ 9 മണിക്ക് വരെ. അങ്ങനെ നമ്മൾ കുട്ടികളെ, അതായത് യസൂനെയും അമ്മനൂനെയും നമ്മൾ പിന്നെ കിഡ്സ് ക്ലബ്ബിലേക്ക് വിട്ട്. അവിടെ അഡൽസിന് പറ്റത്തില്ല, അതുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവരെ അവിടെ വിട്ടിട്ട് നമ്മൾ ചുമ്മാ ഒന്നുകൂടെ ഇപ്പുറത്തൂടെ ഒക്കെ നടക്കാനിറങ്ങി. രാവിലെ അല്ലേ, നല്ല രസമല്ലേ. അങ്ങനെ നടക്കാനിറങ്ങി. കുറേ കഴിഞ്ഞപ്പോഴേക്കിനുണ്ട് അമൻസ് യസു വിളിക്കുന്നു, അമൻസ് കരയുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ തിരിച്ച് അവരെ കൂട്ടിയിട്ട് അവരൊന്നുകൂടെ പൂളിലും കൊണ്ടുപോയി, നമ്മളെ വാട്ടർ പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട് അപ്പോഴേക്കും ഞങ്ങൾ ടൈം പോയി. ടൈമില്ല എന്ന് തന്നെ പറയാം കേട്ടോ, ടൈം ഓടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി, പിന്നെ റൂമിലേക്ക് പോയി നമ്മൾ പാക്കപ്പായി. അങ്ങനെ നമ്മളിതാ ബൈ ബൈ പറഞ്ഞ് റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കുളിച്ച് അമൻസൊക്കെ പറയാം ഒന്നുകൂടെ ഒരു ദിവസം കൂടെ ഇവിടെ നിൽക്കാം, ഒരു ദിവസം കൂടെ ഇവിടെ നിൽക്കാം. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സമയം തീരെ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക്, കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടിടത്തിൽ എത്ര ടൈം ഉണ്ടെങ്കിലും നമ്മൾ വീണ്ടും ടൈം ഇല്ല എന്നല്ലേ ഫീൽ ചെയ്യും. നമ്മുടെ ഒരു ദിവസത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബഗ്ഗിൽ കയറിയിട്ട് നമ്മൾ റിസപ്ഷനിലെത്തി, ചെക്കൗട്ടൊക്കെ ചെയ്തു. നമ്മൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുകയാണ്. വണ്ടിക്ക് വെയിറ്റ് ചെയ്തു, വണ്ടിയൊക്കെ വന്നിട്ട് നമ്മളിതാ തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.